നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അയർക്കുന്നത്ത് അതിഥി തൊഴിലാളി ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവം നടുക്കം മാറാതെ നാട്ടുകാർ. കൂസലില്ലാതെ പ്രതി സോനി. പ്രതിയിലേക്ക് അയർക്കുന്നം പോലീസിന് എത്തിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യവും CCTV ദൃശ്യങ്ങളും. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് വീണ്ടും ജീവൻ വയ്ക്കുന്നു. റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ തുറക്കുന്നത് ഡിസംബർ 1-ന്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം. കേരളത്തിന്റെ കായിക രംഗത്തെ തിളക്കമുള്ളതാക്കാൻ സ്കൂൾ കായികമേളകൾക്ക് കഴിയുമെന്ന് മന്ത്രി VN വാസവൻ. സർവകലാശാലകളെ സംരംഭകത്വ കേന്ദ്രങ്ങളാക്കണമെന്ന് കോട്ടയത്ത് നടന്ന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ. കോളേജുകളെ പൂർണ്ണമായി അഫിലിയേഷൻ മുക്തമാക്കാനാകില്ലെന്ന് മന്ത്രി R ബിന്ദു. വാർത്തകൾ വിശദമായി. അയർക്കുന്നം ഇളപ്പാനിയിൽ ബംഗാൾ സ്വദേശിനിയായ യുവതിയെ ഭർത്താവ് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് അയർക്കുന്നം ഗ്രാമം. ഭാര്യയെ കൊന്നു കുഴിച്ചുമൂടിയ കാര്യം ഒരു കൂസലുമില്ലാതെയാണ് പ്രതി സോനി പോലീസിനോട് വിവരിച്ചത്. ഭാര്യ അൽപ്പനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. അയർക്കുന്നത്ത് അതിഥി തൊഴിലാളി ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് അയർക്കുന്നം നിവാസികൾ. സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത്. രാവിലെ 14-ാം തീയതി രാവിലെ ഒരു 7 മണിയൊക്കെ ആയിരുന്നു. അവർ രണ്ടുപേരൂടെ ഫോട്ടോ കയറി ഇവിടെ എളപ്പാനി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നു. അവിടുന്ന് അവർ ഇങ്ങോട്ടാ പോകുന്നെന്നുള്ളത് കണ്ടില്ല. ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോകുമായിരുന്നു. ഈ വീടിൻ്റെ ഭാഗത്തല്ല ഓട്ടോയിൽ അല്ലല്ല, അവിടെ ജംഗ്ഷനിൽ അവിടം വരെ ഉള്ളു വന്നത്. പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് താങ്കൾ അറിയുന്നത് എപ്പോഴാണ്? ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച്. അത് അവർ നമ്മളെ അയർക്കുന്ന ജംഗ്ഷനിലെ ക്യാമറയിൽ കാണാം ഓട്ടോയിൽ കയറുന്നത്. അങ്ങനെ അവർ കണ്ടു. അങ്ങനെയാണ് എന്നെ വിളിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നോലെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് കുഴിച്ചുമൂടിയ കേസിൽ ബംഗാൾ സ്വദേശിയായ സോനിയാണ് പിടിയിലായത്. മുർഷിദാബാദ് സ്വദേശിനി അൽപ്പനയാണ് കൊല്ലപ്പെട്ടത്. അൽപ്പനയെ ഈ മാസം 14 മുതൽ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് സോനി 17-ാം തീയതിയാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മൊഴികളിൽ തോന്നിയ പൊരുത്തക്കേടും CCTV ദൃശ്യങ്ങളുമാണ് സോനിയിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഒന്നാമത്തെ പോലീസിന് സംശയം വരാൻ കാര്യം 14-ാം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല. 17-ാം തീയതി പരാതി തരികയും ഒരു FIR നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പ്രതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 4 മണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു. പ്രതിയെ ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യയെ അന്വേഷിച്ച് നടക്കുകയാണ്, അയർക്കുന്നം ഭാഗത്തേന് ഉണ്ടെന്നാണ് മറുപടി തന്നത്. പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വയ്ക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയി അയർക്കുന്നം പോലീസ് കൂട്ടിക്കൊണ്ടുവരികയും ഇന്നലെയും ഇന്നുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. അതേസമയം നവംബർ 29-ന് വീടിന്റെ വെഞ്ചരിപ്പ് നടത്തി ഗൃഹപ്രവേശം നടത്താനിരിക്കുകയായിരുന്നു വീട്ടുടമ ഡിനി സെബാസ്റ്റ്യൻ. ഇന്റർലോക്ക് പാകുന്നത് മാത്രമാണ് പണികളായി അവശേഷിച്ചിരുന്നത്. ഇതിനെ പണിയുന്നതിനായി എത്തിയതായിരുന്നു അതിഥി തൊഴിലാളി സോനി. മൃതദേഹം പുരയിടത്തിൽ കുഴിച്ചിട്ടെന്നറിഞ്ഞപ്പോൾ നടുങ്ങിയെങ്കിലും വൈകാതെ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഡിനി. ഇല്ല, ഒരു സംശയം തോന്നിയില്ല. അന്ന് വൈകിട്ട് അവൻ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് മീൻ മേടിക്കണം. എൻ്റെ പുള്ളിക്കാരൻ ചോദിച്ചു പൈസ ഇന്ന് വേണമെന്ന്. അന്നേരം അവൻ പറഞ്ഞു പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നത്തിനെന്ന് വെച്ചാൽ പോലെ എനിക്ക് മച്ചിലി മേടിക്കാനെന്ന് അന്നേരം അവൻ പറയുകയും ചെയ്തു. അല്ല, അവൻ തന്നെയാണ്. ഈ ഭാര്യയും ഇവിടെ പണിയാൻ വന്നിട്ടുണ്ട് നേരത്തെ? ഭാര്യയെന്ന് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരത്തെ ഒരു ദിവസം പണി അവിടെ വന്നു. വേറെ പണിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. വേറെ അവരെല്ലാം 9:10 ആയപ്പോഴാണ് 9 ആയപ്പോഴാണ് തിന്നു. അത് 8 ആയപ്പോഴാണ് അവർ വന്നതെന്ന് എനിക്കറിയില്ല. അവർ വരുന്നതിന് മുമ്പ് ഞാൻ എന്നാലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ CCTV വെച്ച് നോക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. വീടിന് പിന്നിലെ കരിങ്കൽ കെട്ടിൽ തലയിടിപ്പിച്ച ശേഷം കമ്പിപ്പാര കൊണ്ട് അടിച്ചാണ് സോനി അൽപ്പനയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും അമയന്നൂരിലെ തൈക്കൂട്ടത്ത് വാടകയ്ക്കായിരുന്നു താമസം. 9ഉം 7ഉം വയസ്സുള്ള 2 കുട്ടികൾ ഇവർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ റീടെൻഡർ വിളിച്ചു. നിർമ്മാണം മന്ദഗതിയിലാണെന്ന് കാട്ടി
ആദ്യം കരാറെടുത്ത കമ്പനിയെ ഒഴിവാക്കിയിരുന്നു. 3 മാസത്തിലധികമായി ബൈപ്പാസിന്റെ പണികൾ മുടങ്ങിയിട്ട്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ റീടെൻഡർ വിളിച്ചതായി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു. ഡിസംബർ 1-ന് ടെൻഡർ തുറക്കും. ആദ്യം കരാർ ഏറ്റെടുത്ത ഗുജറാത്ത് ആസ്ഥാനമായ കമ്പനി നിർമ്മാണ പുരോഗതി കൈവരിക്കാത്തതിനാൽ കിഫ്ബി കരാറിൽ നിന്ന് ഇവരെ ഒഴിവാക്കി ഉത്തരവായിരുന്നു. തുടർന്ന് കിഫ്ബിയുടെ പ്രത്യേക ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടി. ചീഫ് വിപ്പിന്റെ ശ്രമഫലമായിട്ടാണ് റീടെൻഡർ ആയതും അന്തിമ അനുമതി ലഭിച്ചതും. 78.69 കോടി രൂപയാണ് പദ്ധതിക്കായി ആകെ ഭരണാനുമതി കിഫ്ബിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. 24.76 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കലിന് ആകെ ചെലവായത്. റോഡ് നിർമ്മിക്കുന്നതിനും ഫ്ലൈ ഓവർ നിർമ്മാണത്തിനുമായി ആകെ കണക്കാക്കിയ തുക 26.17 കോടി രൂപയായിരുന്നു. ഇപ്പോൾ പുതുക്കിയ നിരക്ക് പ്രകാരം 35.30 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. ദേവസ്വം മന്ത്രി VN വാസവൻ ട്രോഫിയിൽ മാല ചാർത്തി സ്വീകരിച്ചു. ഒക്ടോബർ 21-ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. കുടമാളൂർ ഗവൺമെന്റ് HSLP സ്കൂളിൽ നടന്ന യോഗത്തിൽ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ട്രോഫിയിൽ മാല ചാർത്തി സ്വീകരിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള കേരളത്തിന്റെ കായിക രംഗത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ സ്കൂൾ കായികമേളകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കായികമേള അനന്തപുരിയിൽ വെച്ച് നടക്കുകയാണ്. കായികമേള നമുക്ക് എല്ലാ വർഷവും നടക്കുന്ന സംഭവം നമുക്കറിയാം. ഏറ്റവും മികവാർന്ന കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേള മാറിത്തീരാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമെല്ലാം ഒട്ടനവധി കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ കൂടുതൽ കായിക രംഗത്തെ മികവാർന്ന അന്തരീക്ഷം രൂപപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലാണ് കൊച്ചുകുട്ടികളുടെ അല്ലെ കൗമാരക്കാരുടെ വലിയ രൂപത്തിലുള്ള കായികമേള നടക്കാൻ പോകുന്നത്. സ്കൂളിലെ വർണ്ണക്കൂടാരം പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഐമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിലവിലെ സാഹചര്യത്തിൽ കോളേജുകളെ പൂർണ്ണമായി അഫിലിയേഷൻ മുക്തമാക്കാനാകില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് ആശയം രൂപീകരിക്കാൻ കോട്ടയത്ത് നടന്ന വിഷൻ 2031 ഏകദിന സെമിനാറിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർവകലാശാലകളെ സംരംഭകത്വ കേന്ദ്രങ്ങളാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സെമിനാറിൽ അഭിപ്രായം ഉയർന്നു. സംസ്ഥാന രൂപീകരണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന 2031 കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ വികസന സെമിനാർ. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന സെമിനാറിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഗ്രൂപ്പ് ലീഡർമാർ സംഗ്രഹം അവതരിപ്പിച്ചു. സർവകലാശാല ഭരണവും പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കോളേജുകളുടെ അഫിലിയേഷൻ രീതി മാറ്റി യൂണിറ്ററി സിസ്റ്റം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശമുയർന്നു. കൊളോണിയലിസത്തിൽ ശേഷിപ്പായിരുന്ന അഫിലിയേഷൻ സിസ്റ്റം പരിഷ്കരിക്കുന്നതിന് പകരം ഇന്ത്യ വിപുലമാക്കുകയാണ് ചെയ്തത്. സർവകലാശാലകളുടെ ഭരണരീതിയിലും മാറ്റമുണ്ടാകണമെന്നും സെമിനാർ നിർദ്ദേശിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പുതുതലമുറയും അധ്യാപകരും തമ്മിൽ തലമുറ വിടവ് നിലനിൽക്കുന്നതായും സെമിനാർ വിലയിരുത്തി. ഇത് പരിഹരിക്കാൻ കഴിയണമെന്നും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കണമെന്നും നിർദ്ദേശമുയർന്നു. ഗവേഷണങ്ങൾക്ക് മാത്രമായി സർവകലാശാലകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും ചർച്ചയിൽ ഉയർന്നു. ഇന്ത്യയിലേക്ക് പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നതായും സെമിനാർ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനൊപ്പം അവിടെയുള്ളവർക്ക് രാജ്യത്ത് തന്നെ പഠിക്കുന്നതിന് അവസരമൊരുക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജുകളെ പൂർണ്ണമായും അഫിലിയേഷൻ മുക്തമാക്കണമെന്ന ആവശ്യം നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ പരിഗണിക്കാനാവില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഒരു ബദൽ വിദ്യാഭ്യാസ നയം കേരളം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഇതര സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായി വരേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം
നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇൻ്റർനാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്നും വിദ്യാർത്ഥികളെയും അതുപോലെ അക്കാഡമിക്കുകളെയും ഇൻ്റലക്ച്വൽസിനെയും വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു വിജ്ഞാന സമൂഹമായി മാറുക എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ MV നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് നേടി മറ്റക്കര സെന്റ് ആന്റണി സ്കൂൾ പരിസരത്തെ 1 ഏക്കറിലാണ് എല്ലാവിധ പച്ചക്കറികളും വിളഞ്ഞത്. മറ്റക്കര സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടി കർഷകർ സ്കൂളിന്റെ പരിസരത്തെ 1 ഏക്കറിൽ ചെയ്ത ജൈവ കൃഷിത്തോട്ടവും പൂന്തോട്ടവും നാടിന് മാതൃകയാകുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമോൻ ജോസഫാണ് സ്കൂളിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. സ്കൂളിനോട് ചേർന്നുള്ള അല്പം സ്ഥലത്ത് ചെറിയ രീതിയിൽ കൃഷി തുടങ്ങിയെങ്കിലും സ്കൂളിലെ ആവശ്യത്തിന് തികഞ്ഞിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ FC കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ സെലിൻ സ്കൂളിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലം കുട്ടികൾക്ക് കൃഷിക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാലറ്റും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നു. എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. പാവൽ, പടവലം, തക്കാളി, കോവൽ, പയർ, കുക്കുംബർ, വെണ്ട, വഴുതന, വിവിധതരം മുളകുകൾ, വിവിധതരം ചീരകൾ, ചേന, വിവിധതരം ചേമ്പുകൾ, കാച്ചിൽ, മഞ്ഞൾ, വെള്ളരി, കുമ്പളം, ഇവ കൂടാതെ വിവിധയിനം പപ്പായ ചെടികൾ, നാരകം തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും കീടങ്ങളെ തുരത്തുന്നതും കുട്ടികൾ തന്നെ. പച്ചക്കറി കൃഷിയിൽ 100 മേനി നേടിയതോടെ മീൻ വളർത്തലും തേനീച്ച വളർത്തലും കോഴി വളർത്തലും കൂടി തുടങ്ങിയിരിക്കുകയാണ് ഈ കുട്ടി കർഷകർ. കുട്ടികളെ സഹായിക്കാൻ സ്കൂൾ അധ്യാപകരായ ജോയൽ ബിജു, സിജ ഷാജി, ജോബി ജെ, നൈസിമോൾ ജോസഫ്, PTA പ്രസിഡന്റ് TS ജോസ് വയലുങ്കൽ, MPTA പ്രസിഡന്റ് അശ്വതി അനു, വാർഡ് മെമ്പർ ജാൻസി ബാബു എന്നിവരും ഉണ്ട്. കുട്ടി കർഷകരുടെ കൃഷി കാണാൻ അകലക്കുന്നം കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ എത്തിയത് കുട്ടികൾക്ക് കൂടുതൽ ഊർജം പകർന്നു. ഭാരതീയ പ്രകൃതി കൃഷി പാമ്പാടി ബ്ലോക്ക് തല LRPയും ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണുമായ ഹരികുമാർ മറ്റക്കര കൃഷിയും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മീനച്ചിലാറ്റിൽ അജ്ഞാത മൃതദേഹം. ഏറ്റുമാനൂർ പേരൂർ പാറക്കടവിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കരക്കടിഞ്ഞത്. ആറ്റിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം നാട്ടുകാരാണ് കണ്ടത്. പിന്നീട് പാറക്കടവ് ഭാഗത്ത് കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മീനടത്ത് മാരക ലഹരി മരുന്നായ MDMAയുമായി ദമ്പതികളും സുഹൃത്തും അറസ്റ്റിലായി. 68 ഗ്രാം MDMAയാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. മീനടം ഇരവച്ചിറ വെള്ളത്തടത്തിൽ അമൽദേവ്, ഭാര്യ ശരണ്യ രാജൻ, ഇവരുടെ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി രാഹുൽ രാജ് എന്നിവരാണ് പിടിയിലായത്. മീനടത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കാറിൽ ലഹരി മരുന്ന് ഒളിപ്പിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ 36ാമത് ജില്ലാ സമ്മേളനം പാലായിൽ നടന്നു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഈരാറ്റുപേട്ട യൂണിറ്റ് അംഗം ജോയ് ദേവസിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൈമാറി. NCP ജില്ലാ ക്യാമ്പ് ഇടമറ്റം ഓശാന മൗണ്ടിൽ സംസ്ഥാന പ്രസിഡന്റ് തോമസ് K തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാടൂർ അധ്യക്ഷനായി. മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് K മാണി, അഡ്വക്കേറ്റ് വർക്കല B രവികുമാർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ PM സുരേഷ് ബാബു, PK രാജൻ മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. NCPയുമായി ഏറെ ആഴത്തിലുള്ള ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിച്ചാണ് ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തുടക്കം ഉഴവൂർച്ചി, അനശ്വരനായ ഉഴവൂർച്ചി. അദ്ദേഹത്തെ സഹോദര തുല്യം സ്നേഹിക്കുകയും അദ്ദേഹവുമായി പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലം ഇടപഴകി സഹോദര തുല്യമായി യോജിച്ചു നിന്ന് പോരാട്ട വേദികളിലും മറ്റ് നിരവധി പ്രവർത്തന വേദികളിലും ഒരുമിച്ച് പോകാനുള്ള സൗഭാഗ്യം ലഭിച്ച സന്ദർഭം. പൊൻകുന്നം നരിയനാനി പള്ളി നീരാക്കൽ ഏലിയാമ്മ ജോർജ് നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയ സെമിത്തേരിയിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയർക്കുന്നത്ത് അതിഥി തൊഴിലാളി ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവം നടുക്കം മാറാതെ നാട്ടുകാർ. കൂസലില്ലാതെ പ്രതി സോനി. പ്രതിയിലേക്ക് അയർക്കുന്നം പോലീസിന് എത്തിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യവും CCTV ദൃശ്യങ്ങളും. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് വീണ്ടും ജീവൻ വയ്ക്കുന്നു. റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ തുറക്കുന്നത് ഡിസംബർ 1-ന്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം. കേരളത്തിന്റെ കായിക രംഗത്തെ തിളക്കമുള്ളതാക്കാൻ സ്കൂൾ കായികമേളകൾക്ക് കഴിയുമെന്ന് മന്ത്രി VN വാസവൻ. സർവകലാശാലകളെ സംരംഭകത്വ കേന്ദ്രങ്ങളാക്കണമെന്ന് കോട്ടയത്ത് നടന്ന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ. കോളേജുകളെ പൂർണ്ണമായി അഫിലിയേഷൻ മുക്തമാക്കാനാകില്ലെന്ന് മന്ത്രി R. ബിന്ദു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.